ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പെസഹ ബുധനാഴ്ച ഈ രാത്രിയിൽ തമ്പുരാന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നാം അണഞ്ഞിരിക്കുന്നു. പെസഹ ബുധനാഴ്ച, പെസഹായ്ക്ക് തലേ, പെസഹ വ്യാഴാഴ്ച തലേ രാത്രി യഹൂദനെ സംബന്ധിച്ച് ഒത്തിരി പ്രാർത്ഥനയുടെ ഒരു രാത്രിയായിരുന്നു. ഈ രാത്രിയിൽ നമ്മൾ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് ആകുന്നു. വലിയ നോമ്പിലെ 45-ാമത്തെ ദിനത്തിന്റെ രാത്രി. നാളത്തെ നമ്മൾ പെസഹായിലേക്ക്, തിരുകർമ്മങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്ന പ്രഭാതം പോലെ ഏറ്റവും തീക്ഷണമായ പ്രാർത്ഥന, തമ്പുരാൻ അനുഭവിച്ച പീഡാസഹനങ്ങൾ, അവൻ ആ തോട്ടം തൊട്ട് ഗാഗുൽത്ത വരെ അനുഭവിച്ച പീഡാസഹനം, മൂകമാകുന്ന ആ രാത്രിയിൽ അവൻ ആ തോട്ടത്തിൽ മുട്ടുകുത്തി കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അവന്റെ ശരീരത്ത് നിന്ന് രക്തം വിയർപ്പ് തുള്ളി കണക്കെ നിലത്ത് വെച്ചു. ഗത്സമനിലെ അവന്റെ ആ പ്രാർത്ഥന നമുക്ക് ഏറ്റവും തീക്ഷ്ണമായിട്ട് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കാം. നാഥ, എന്റെ ജീവിതത്തിൽ നീ ഒന്ന് ഇടപെടണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 22, വാക്യങ്ങൾ 7 മുതൽ. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതാ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്?
സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു. പെസഹ ഒരുക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യഹൂദരെ സംബന്ധിച്ച് പെസഹ ഒരുക്കുന്നത് ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കുഞ്ഞാടിനെ കണ്ടെത്തണം. പെസഹ ഒരുക്കുവാനായിട്ട് ഒരു സ്ഥലം അവര് കണ്ടെത്തണം. ആ പെസഹ ഭക്ഷണം മുഴുവൻ ഭക്ഷിക്കുവാനുള്ളത്ര ആളുകൾ തങ്ങളുടെ ഭവനത്തിൽ ഇല്ലെങ്കിൽ മറ്റു ഭവനങ്ങളിൽ നിന്ന് അവരെ വിളിക്കണം. ഇതൊക്കെ ഒരു വലിയ ഒരുക്കമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ പെസഹായ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നവരാണ്. പാലയ്ക്ക് ഒരുക്കാനായിട്ട് പുതിയ കലവും പുതിയ പാത്രങ്ങളും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഭവനമൊക്കെ പ്രത്യേകമായിട്ട് ഒരുക്കുകയാണ്. വീട്ടിലെ പരിശുദ്ധ കുർബാന അർപ്പണമാണ് പെസഹ അർപ്പണം എന്നത്. അപ്പോൾ ആ പെസഹായ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ഒരുങ്ങുകയാണ്. ഇന്ന ദിവസം പെസഹ ബുധനാഴ്ച രാത്രിയില് നമ്മൾ ഭവനമൊക്കെ ഒരുക്കി. ഇപ്പൊ നമ്മൾ വളരെ തീക്ഷ്ണമായിട്ട് തമ്പുരാന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് എന്റെ ഹൃദയത്തെ ഏറ്റവും തീക്ഷ്ണമായിട്ട് ഒരുക്കുകയാണ്. എനിക്കറിയാം, എല്ലാവരും തന്നെ നല്ലൊരു കുമ്പസാരം ഒക്കെ നടത്തി നാളത്തെ പെസഹ ആചരണത്തിന് ഏറ്റവും തീക്ഷ്ണമായിട്ട് പെസഹ തിരുനാളിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങുന്ന സമയം. നാളത്തെ ദിവസം പെസഹ ദിനം ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനമാണ്. എല്ലാ വൈദികരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിനമാണ്. അതോടൊപ്പം തന്നെ ജീവിതത്തില് ദൈവം വിശുദ്ധ കുർബാനയിലൂടെ നമ്മളോട് സംസാരിച്ചതിന് നമ്മുടെ വെച്ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന സമയം. നന്ദിയുടെ ഒരു ഹൃദയത്തോടു കൂടെ ഏറ്റവും തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ പീഡാസഹനത്തോട് എന്റെ ജീവിതത്തെ ഞാനിതാ ചേർത്ത് വയ്ക്കുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, എന്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എന്റെ പ്രാർത്ഥന അങ്ങയുടെ പക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. മൂകമാകുന്ന രാത്രിയിലെ വേദനാലെ ഗത്സേമൻ തോട്ടത്തില് ഈശോ മുട്ടുകുത്തുന്നു. നേത്രങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി രക്തം വിയർത്തുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയും, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഈശോനാഥ, ഈ രാത്രിയിൽ ഈ നിമിഷം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത യാത്രയിൽ എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് എല്ലാ സഹനങ്ങളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യേ വിശ്വാസത്തോടെ പറയുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ.
പ്രകീർത്തിക്കാൻ ജനതകൾ മധ്യേ പ്രഘോഷിക്കാൻ ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം തിരുനാമമെന്നും പ്രകീർത്തിക്കാൻ ജനതകൾ മധ്യേ പ്രഘോഷിക്കാൻ ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. നോക്കിക്കേ, ആ ഒരൊറ്റ രാത്രി 4 കോടതി മുറികളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട തമ്പുരാൻ. അന്നായിയുടെയും കയ്യാപ്പായുടെയും ഹെറോദേസിന്റെയും പിലാത്തോസിന്റെയും കോടതി മുറികളിലേക്ക് ഒറ്റ രാത്രി വലിച്ചിഴച്ച ഈശോ കോടതി മുറിയിൽ ഒരു നാണം കെട്ടവനെ പോലെ വിചാരണകൾ നേരിട്ടും അധിക്ഷേപങ്ങൾ നേരിട്ടും കുത്തുവാക്കുകൾ ഏറ്റും നിന്ന എന്റെ തമ്പുരാൻ, ആ തമ്പുരാനിതാ ഒരു ഗോതമ്പപ്പമായിട്ട് എന്റെ മുൻപിൽ നിൽക്കുകയാണ്. അധിക്ഷേപനത്തിന്റെ വാക്കുകൾ ജീവിതത്തിൽ വന്ന നിമിഷങ്ങളെ ഓർത്ത്, കുത്തുവാക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി കേട്ട നിമിഷങ്ങളെ ഓർത്ത്, വേദനകളും സഹനങ്ങളും ഉണ്ടായ നിമിഷങ്ങളെ ഓർത്ത്, നാഥ ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു. നിന്റെ സഹനത്തോട് എന്റെ കൊച്ചു സഹനം ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കൃപ എന്നിലേക്ക് ഒഴുക്കണമേ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. കൽത്തൂണിൽ കെട്ടിയിട്ട് ആ രാത്രി മുഴുവൻ തമ്പുരാൻ ഇരുമ്പ് ചങ്ങലയാലും മുള്ളാണിപ്പാടിനാലും തല്ലി ചതയ്ക്കപ്പെടും. ചോര ഇറ്റിറ്റ് വീഴാത്ത ഒരു തുള്ളി ശരീരം അവിടത്തേക്കില്ലായിരുന്നു. വലിഞ്ഞു കീറപ്പെട്ട ശരീരം, മനുഷ്യന് സഹിക്കാവുന്നതിലും ഉഗ്രമായ വേദന. ഈശോയെ, നീ വേദനകളൊക്കെ സഹിച്ചത് ഞങ്ങളുടെ പാപങ്ങളെ പ്രതിയാണല്ലോ. നീ പീഡകളേറ്റത് എനിക്ക് വേണ്ടിയാണല്ലോ എന്റെ ദൈവമേ. ഈ നിമിഷം ഞാനിതാ നിന്റെ തിരുസന്നിധിയിൽ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ വേദനകളോട് തുലനം ചെയ്യുമ്പോൾ എന്റെ വേദന എത്ര നിസ്സാരമാണെന്ന് ഞാൻ തിരിച്ചറിയുക. ഈശോനാഥ, ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദനകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിന്റെ കുരിശിലേക്ക് നോക്കാൻ
നിന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 24-ാം വാക്യം പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും. വിശ്വനാഥ, ഞങ്ങൾ കുരിശിന്റെ വഴിയിൽ കണ്ടെത്തുകയാണ് 3 പ്രാവശ്യം നീ മുഖമടിച്ച് നിലത്ത് വീണു. 3 അല്ല 30 പ്രാവശ്യമല്ല നീ എനിക്ക് വേണ്ടി മുഖമടിച്ച് നിലത്ത് വീണത്. ഈശോയെ, നിന്റെ വീഴ്ത്തിയത് മറ്റൊന്നുമല്ല, എന്റെ പാപങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഈശോനാഥ, എന്റെ പാപങ്ങൾ ഓർത്ത് യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുവാനായിട്ട്, എന്റെ ഹൃദയത്തെ വെടിപ്പുള്ളതാക്കാനായിട്ട്, എന്നെ വിശുദ്ധീകരിക്കുവാൻ ഒരു കൃപ നീ എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, നാശത്തിലൂടെ ചലിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷകമാണ്, രക്ഷയിലൂടെ ചലിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി എത്രേ. ഈശോനാഥൻ കുരിശു വഹിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയിലേക്ക് കയറി ചെന്നു. ഈശോനാഥ, എന്റെ ജീവിതത്തിന്റെ കുരിശുകളും ഭാരവും വഹിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ ഗാഗുൽത്താ മല കയറുവാനായിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ ആ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ കുരിശിന്റെ വഴിയുടെ ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ നാഥ നീ എനിക്കൊരു കൃപ തരണമേ. ഈശോനാഥ, ആ കുരിശിന്റെ വഴിയിൽ നീ ഏറ്റ സഹനങ്ങളുണ്ട്, നീ വീണ വീഴ്ചകളുണ്ട്, നീ ഏറ്റ പരിഹാസമുണ്ട്, നീ ഏറ്റ തല്ലും ഇടിയുമുണ്ട്, കുത്തും പീഡനവുമുണ്ട്. ഈശോനാഥ, ഈ നിമിഷം ഞാനിതാ ചേർത്ത് വയ്ക്കുകയാണ് എന്റെ ജീവിതത്തിലേക്ക്. നാഥ, എന്റെ ജീവിതത്തിലേക്ക് ഈ നിമിഷം നിന്റെ ഒരു കൃപയെ ചൊരിഞ്ഞ് എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. പ്രിയനേ യേശുവേ രക്ഷ
ചേർത്ത് വെച്ച് തമ്പുരാന്റെ തിരുസന്നിധിയിൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 45 ദിനരാത്രങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നാളിന്ന് വരെ നൽകിയ എല്ലാ കൃപകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഒത്തിരിയേറെ ആളുകൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഒത്തിരിയേറെ പേരിലേക്ക് ദൈവം തന്റെ കൃപയും അനുഗ്രഹവും ചൊരിഞ്ഞു. ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒട്ടനവധി ആളുകളുണ്ട്. ഇതിനു വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്തെന്നവരുണ്ട്. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച അനേകം മക്കളുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ നിമിഷം ദൈവ തിരുസന്നിധിയോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ നല്ല ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ തമ്പുരാൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് തീക്ഷണമായിട്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ഈ വരുന്ന ദിവസങ്ങൾ പ്രത്യേകിച്ച് പെസഹ വ്യാഴാഴ്ചത്തിൽ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം. ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകൾ സമർപ്പിക്കാം. ദുഃഖശനിയാഴ്ച ശുശ്രൂഷകൾ സമർപ്പിക്കാം. ഈസ്റ്റർ ആചരണത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളിലേക്കും ഈസ്റ്ററിന്റെ ഉദ്ധിതനായ കർത്താവിന്റെ സന്തോഷം ഏറ്റവും അനുഭവവേദ്യമാകാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഈശ്വനാഥ കുർബാന സ്ഥാപിച്ച ദിനം കരങ്ങളിൽ തമ്പുരാന്റെ ശരീരവും രക്തവും എടുക്കുന്ന എല്ലാ വൈദികരെയും സമർപ്പിക്കാം. മാർപ്പാപ്പായെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിക്കുന്നു. ധാരാളം ദൈവവിളികൾ നമ്മുടെ സഭയിൽ ഉണ്ടാകാനായിട്ട് ദക്ഷിണമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരും ആത്മാവിനാലും നിറയപ്പെട്ടവരായിട്ട് മാറാനായിട്ട്, തങ്ങളുടെ ശുശ്രൂഷ മേഖലയിലെ കൃപയുടെ വ്യക്തികളായി മാറാൻ, തങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തത്തെയും ദൈവജനത്തെയും ഏറ്റവും വിശ്വസ്തയോടുകൂടി കാത്തുപരിപാലിക്കുന്ന നല്ല ഇടയന്മാരായിട്ട് തീരാനായിട്ട് ഏറ്റവും ദീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവി
ഈശോ മിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നന്ദിയുടെ ഒരു വാക്കുകൾ പ്രത്യേകമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 45 ദിനരാത്രങ്ങള് നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അതിന് വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി. തമ്പുരാന്റെ വലിയ കൃപയ്ക്ക്, അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം പ്രാർത്ഥിച്ച അനേകം മക്കളുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിച്ചുകൊണ്ട് അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ലിങ്കൊക്കെ കിട്ടുമ്പോൾ ഷെയർ ചെയ്യുവാനൊക്കെ ആയിട്ട് എന്നും മുൻപന്തിയിരുന്ന ഒട്ടനവധി മക്കളുണ്ട്. അവരെ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ഒട്ടനവധി ആളുകളുണ്ട്. പ്രത്യേകമായിട്ട് ഈ 45 ദിവസവും ഗാന ശുശ്രൂഷയ്ക്ക് സഹായിച്ച കൊയർ ടീം അംഗങ്ങളുണ്ട്. അവരുള്ള നന്ദിയും കടപ്പാടും ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. അവരുടെ കുടുംബങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഓൺലൈനിൽ നൽകുന്നതിന് വേണ്ടി എഡിറ്റിംഗ് വർക്കുകൾ ചെയ്തവര്, ഓൺലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവര്, അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒറ്റ കാര്യം മനസ്സിൽ പറയാനുള്ളൂ: മനുഷ്യൻ കൊടുക്കുമ്പോൾ നന്ദി, ദൈവം മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ അത് അനുഗ്രഹം. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയ്ക്ക് സഹായിച്ച ദൈവമക്കളുടെ ജീവിതങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഒരുക്കങ്ങൾ നടത്തിയവരുണ്ട്, ഗാന ശുശ്രൂഷ നടത്തിയവരുണ്ട്, എഡിറ്റിംഗ് വർക്ക് നടത്തിയവരുണ്ട്, ഇതിന് പ്രൊഡ്യൂസ് ചെയ്തവരുണ്ട്. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് എല്ലാവരും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മുടെ കർത്താവിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായുടെ സ്നേഹം നിറഞ്ഞവരെ, നാളത്തെ വ്യാഴാഴ്ച നമ്മുടെ ശുശ്രൂഷകള് വൈകുന്നേരം 6 മണിക്കായിരിക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിക്കായിരിക്കും ഓൺലൈനിൽ നമുക്ക് ശുശ്രൂഷകൾ നൽകുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നതിൽ പരിശ്രമിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരങ്ങളെ കൂപ്പി കുരിശ് വരയ്ക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാം. ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് പരസ്യം സ്വീകരിച്ചു. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ